കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ തകർക്കുന്ന വിധമുള്ള പ്രചരണങ്ങളാണ് വലതുപക്ഷം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല പ്രശ്നത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന കള്ളക്കഥകൾ ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ്. ജനങ്ങൾക്കത് നല്ല നിലയിൽ മനസ്സിലാക്കാനായിട്ടുണ്ട് എന്നാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലായത്. പാർട്ടി ജനങ്ങളുമായി കൂടുതൽ അടുത്ത് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത ഗൃഹസന്ദർശന പരിപാടിയുടെ ഭാഗമായിട്ട് ജനങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന നില ഉണ്ടായിട്ടുണ്ട്. എല്ലാ കള്ളക്കഥകളെയും തുറന്നു കാട്ടി മുന്നോട്ടേക്ക് പോകേണ്ടുന്നതിൻ്റെ പ്രാധാന്യം ഈ ഗൃഹസന്ദർശന പരിപാടിയിൽ നേതാക്കളും പ്രവർത്തകരും ജനങ്ങളോട് തുറന്ന് സംവേദിച്ചിട്ടുണ്ട്. SIR പിണറായി വിജയൻ സർക്കാരിൻ്റെ പരിപാടിയാണെന്നും ന്യൂനപക്ഷങ്ങളെ രാജ്യത്തു നിന്നും പുറത്താക്കാനുള്ള പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത് എന്നും പച്ചക്കള്ളം വ്യാപകമായിട്ട് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പ്രചരിപ്പിച്ചിരുന്നു എന്ന കാര്യം ഞങ്ങളുമായി സംവേദിക്കുന്ന സന്ദർഭത്തിൽ നിഷ്കളങ്കരായിട്ട് ജനങ്ങൾ തന്നെ പറയുന്ന നില ഉണ്ടായി. അങ്ങനെ വിശ്വസിച്ചു എന്ന് പറഞ്ഞവരുമുണ്ട്. UDFന്റെ വർഗീയ പ്രചരണത്തിനെതിരെ നല്ല ജാഗ്രത പുലർത്തണമെന്നും അല്ലെങ്കിൽ തെറ്റായ പ്രചരണത്തിന് ജനങ്ങൾ വിധിപ്പെട്ടു പോകുമെന്നും പറയുന്ന നിലയും ഉണ്ടായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് UDFന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തവർ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ വർഗീയ സംഘർഷവും വർഗീയ കലാപവും ഒന്നും കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിലില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള മതനിരപേക്ഷതയ്ക്ക് ഊന്നൽ നൽകുന്ന ഗവൺമെന്റിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യും.